192 ദിവസങ്ങൾ പിന്നിട്ട് ആശാ വർക്കേഴ്സിന്റെ സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ NHM ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഓണററി വർദ്ധിപ്പിക്കുക, ഇൻസെന്റീവും മറ്റ് ആനുകൂല്യങ്ങളും ഉടനടി ലഭ്യമാക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ആശാ വർക്കേഴ്സ് മുന്നോട്ട് വെക്കുന്നത്. മേഘന മുരളിയാണ് വാർത്തകൾ വിവരങ്ങളുമായി. മേഘന, ഗുഡ് മോർണിംഗ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പഠിക്കാൻ ഏതൊരു സമിതിയൊക്കെ വന്നു. സമിതി ഇതിനോടകം തന്നെ പഠന റിപ്പോർട്ട് വെക്കേണ്ടതാണ്. പക്ഷേ അത് പിന്നെയും നാളെ നീളെ എന്ന മട്ടിൽ നീണ്ടുപോവാണ്. എന്താണ് ആശാമാരുടെ പ്രതികരണം? മേഘന. ഗുഡ് മോർണിംഗ് ഹാഷ്മി സ്മിത. ഒരു ഗതികേടിന്റെ ചിത്രമാണ് ഇനി സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ നിന്ന് കാണിക്കാനുള്ളത് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ആശാ വർക്കേഴ്സ് അവരുടെ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ, അത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക തുടങ്ങി പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടങ്ങിയത്. ഇന്ന് 193-ാം ദിവസത്തിലാണ്. പക്ഷേ അവർക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ സ്ത്രീകൾ ഇവിടെ 193 ദിവസങ്ങളായി സമരം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരത്തിന്റെ അടുത്ത ഘട്ടമായി നിലവിൽ NHM ഓഫീസിലേക്ക് ഒരു മാർച്ചാണ് സംഘടിപ്പിക്കുന്നത്. 10 മണിക്കാണ് മാർച്ച്. അതിൽ വലിയ ജനപങ്കാളിത്തം. ഈ സംസ്ഥാനത്തുടനീളമുള്ള ആശാ വർക്കർമാർ ഇന്നത്തെ NHM ഓഫീസ് മാർച്ചിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് ഇവിടെയുള്ളവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ഈ പലവിധമായിട്ടുള്ള ആവശ്യങ്ങൾ, അത് ഈ വിരമിക്കൽ ആനുകൂല്യം, അതുപോലെ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുക, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക. അത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ചില ആനുകൂല്യങ്ങളും ഇൻസെന്റീവും ഒക്കെ വർദ്ധിപ്പിച്ച് ഒരു ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ആ ആനുകൂല്യവും ഇപ്പോൾ ഇവർക്ക് ലഭ്യമായിട്ടില്ല. അത് ഉടനടി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലൊരു പരിഹാരം ഉണ്ടാവാതെ സമരം അവസാനിപ്പിക്കില്ല. അത് 200 ദിവസം കഴിഞ്ഞാലും എത്ര ദിവസം കഴിഞ്ഞാലും ഈ സമരം ഇങ്ങനെ തന്നെ തുടരുമെന്നുള്ളതാണ് പ്രധാനമായും ഇവർ പറയുന്നത്. കൂടാതെ സമരം പൊളിക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നു. അത് ഈ NHM ഓഫീസിലേക്ക് മാർച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ NHM അധികൃതർക്ക് ഒരു നോട്ടീസ് നൽകിയതാണ്. പക്ഷേ അതിൽ സമാന്തരമായി ഒരു പരിശീലന പരിപാടി സംഘടിപ്പിക്കാൻ NHM അധികൃതർ ഉത്തരവിടുകയും ചെയ്തിരുന്നു. പിന്നീട് അത് തുടർ പ്രതിഷേധത്തിനൊടുവിലാണ് ആ പരിശീലന പരിപാടി ഉച്ചയ്ക്ക് ശേഷമാക്കി മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഇവിടെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ആശാമാർ ഈ NHM ഓഫീസിലേക്കുള്ള മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൽ പ്രതികരിക്കുന്നത്? ഒരു സമരം പൊളിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു, അത് തകർന്നു അല്ലേ? എല്ലാ തവണയും ഉണ്ടാകുന്നത് പോലുള്ളൊരു പരിശ്രമമാണ് നടത്തിയത്. പക്ഷേ ഇത്തവണ വളരെ ശക്തമായി തന്നെ അതിനെ ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പ് NHM ഡയറക്ടർക്കും അതോടൊപ്പം ലേബർ കമ്മീഷണർക്കും ഞങ്ങൾ ഈ പണിമുടക്ക് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് മെനിഞ്ഞാന്ന് ഉച്ചയോടുകൂടി ഇന്നലെ മുതലൊരു ട്രെയിനിങ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് കത്ത് കൊടുത്തത്. ഇന്നലത്തെ ട്രെയിനിങ് നടന്നു. പക്ഷേ ഇന്നത്തെ ട്രെയിനിങ് ബോയ്ക്കോട്ട് ചെയ്യുന്നുള്ളൊരു തീരുമാനം അറിയിച്ചപ്പോൾ അത് തൽക്കാലത്തേക്ക് ഉച്ചവരത്തേക്ക് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ധാരാളം ആവശ്യങ്ങൾ ഞങ്ങൾ ഈ സമരമുഖത്ത് വന്ന് ഉന്നയിക്കുകയുണ്ടായി. അതിൽ പല ആവശ്യങ്ങളും ഞങ്ങൾക്ക് ഇതിനോടകം സമരത്തിലൂടെ തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ പ്രധാനപ്പെട്ട ഡിമാൻഡുകളായ ഓണററി വർധനവും വിരമിക്കൽ ആനുകൂല്യവും ഇതുവരെയും സംസ്ഥാന സർക്കാർ നൽകാൻ തയ്യാറായിട്ടില്ല. അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ അവസാനിപ്പിക്കുകയുള്ളൂ. എന്ന് മാത്രവുമല്ല, ഞങ്ങൾ ഈ സമരമുഖത്തിരുന്നു കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു. അത് മാർച്ച് മാസമാണ് ആ വർധനവ് തീരുമാനിച്ചത്. പക്ഷെ അത് ഇതുവരെ തരാൻ തയ്യാറായിട്ടില്ല. അത് മറച്ചു വയ്ക്കുകയാണ്. എന്താണെങ്കിലും ആ വർധനവ് അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഉടനടി അടിയന്തരമായി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യം. ഹാഷ്മി, ഇങ്ങനെ തന്നെയാണ്. ഇനി അത് സർക്കാർ എന്ത് വിധത്തിലുള്ള വിശദീകരണം നൽകിയാലും ഈ സ്ത്രീകളെ ഇങ്ങനെ 192 ദിവസമായി ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇരുത്തുന്നത് അത് അപലപനീയം തന്നെയാണ്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിരുന്നു. എന്നാൽ ആ സമിതി ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നോക്കാമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ എത്രയും വേഗം ഈ ആവശ്യങ്ങൾ പരിഹരിച്ച്, അല്ലെങ്കിൽ അത് പരിഗണിച്ച് ഈ സമരം ഒത്തുതീർപ്പിലേക്ക് ആക്കണമെന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് തന്നെയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നിലപാട്. അതല്ലാതെ സമരം അവസാനിപ്പിക്കില്ല. എന്തായാലും ഇന്ന് 10 മണിക്കാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്ന് NHMലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ആ മാർച്ചിൽ വലിയ ജനപങ്കാളിത്തം, ആശമാരുടെ പങ്കാളിത്തം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, പല ആവർത്തി പറഞ്ഞ് പഴകിയ ആവശ്യങ്ങളാണ്. ഇപ്പം വളരെ തുച്ഛമായ ഒരു സർക്കാരിനെ സംബന്ധിച്ച് നാമമാത്രപരമായി ഉയർത്തി കൊടുക്കാവുന്ന വേതനമാണ്. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സംസ്ഥാനത്തിന് ചെയ്യാവുന്നതുണ്ട്. ചെറിയ വേതന വർധനമൊക്കെ വലിയ ബാധ്യതയില്ല, ചെയ്യാവുന്നതാണ്. അത് ചെയ്യില്ല എന്നത് വാശിയാണെന്ന് ആശമാർ പറയുന്നു. അപ്പോൾ ഞങ്ങളതിനെതിരെ അത് തീരുമാനമാകും വരെ സമരമുഖത്ത് തന്നെയാണ് എന്ന് ആശമാർ പറയുകയാണ്. പിന്നെയും